അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ,
ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തണ സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ലാസ്റ്റായിട്ട്, അവസാനമായിട്ട്, വിശ്വാസ വളർച്ചയുടെ 10 ദിവസത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് 2 10 ദിവസം 5-7 ഒരിക്കൽ കൂടി വായിക്കാം. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും. ഇതുവരെ അപ്പൊ ജ്ഞാനത്തെ ആത്മസംയമനമാണ്. കാര്യം എന്താ കാര്യം? ജ്ഞാനം അഹങ്കാരം ജനിപ്പിക്കുന്ന കാരണം അതിനെ അതിജീവിക്കണമെങ്കിൽ ജ്ഞാനമുള്ളവർക്ക് എന്ത് ചെയ്യണം? എടുത്തു ചാട്ടാൻ പറ്റത്തില്ല. തോക്കിൻ്റെ കഥകര വീട് വെക്കരുത്. എനിക്കറിയാം, നിങ്ങൾ മിണ്ടണ്ട, ഞാൻ പറയാമെന്ന് പറയത്തില്ലേ, അതല്ല. ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടുപോകും. ആത്മസംയമനം പിന്നെന്താ? ആത്മസംയമനത്തിന്റെ പേര് ഒരാൾക്ക് ആത്മസംയമനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടിയ നിലവാരമുള്ള വിശ്വാസമായിക്കൊണ്ടെന്ന് എൻ്റെ അർത്ഥം. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ആത്മസംയമനത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറഞ്ഞുകൊടുക്കുന്ന വിശ്വാസത്തെ വളർച്ചയുടെ വിവിധ പരിഷ്കൃത രൂപങ്ങളെക്കുറിച്ചാണ്. സംസ്കൃത രൂപങ്ങൾ, വിശ്വാസത്തിന്റെ സംസ്കരിക്കപ്പെട്ട രൂപങ്ങൾ. ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ. അപ്പൊ ഈ സമ്പൂർണമാക്കുക, അപ്പൊ ഇവിടെ എന്തൊക്കെ കാണുന്നത്? എന്താണ് നമ്മൾ ആദ്യം കണ്ടത്? അതായത് ആത്മസംയമനത്തെയാണ്. ഒരാൾക്ക് ആത്മസംയമനം ഉണ്ടാകണമെങ്കിലേ, ആത്മസംയമനം ഒരു അരമണിക്കൂർ ആത്മസംയമനം, 5 മിനിറ്റ് ആത്മസംയമനം അല്ല, ദീർഘാത്മസംയമനമാണ്. അതിനാണ് ക്ഷമയാണെന്ന് പറയുന്നത്. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മസംയമനം നമുക്ക് പുരോഗമിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അരമണിക്കൂർ ആത്മസംയമനം ആയിപ്പോവും. അപ്പം ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, എന്ന് വെച്ചാൽ ആത്മസംയമനം തന്നെ, ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹം. ആ സഹിക്കുന്ന സ്നേഹം, ആത്മസംയമനം ഉള്ളിടത്തെല്ലാം അത് പ്രൊലോങ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സഹിക്കുന്ന സ്നേഹം അഭ്യസിക്കണം. ഈ സഹിക്കുന്ന സ്നേഹം എന്ന് പറയുന്ന ആത്മസംയമനം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ ഏറ്റവും റിഫൈൻഡ് രൂപമാണ്. വിശ്വാസം തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യണത്, കിട്ടണത്. ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, പിന്നെന്താണ്? ക്ഷമയെ ഭക്തി കൊണ്ടും. ഇത്രയും കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഭക്തി ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള ഒട്ടലാണ്, തിക്തം. ഭഗവാനുമായിട്ട് തിക്തമായിരിക്കുന്ന സംഭവമാണ് ഭക്തി. രക്തം, രജോ ഗുണവുമായിട്ട് ഒട്ടി നിൽക്കണത്, അതാണ് രക്തം. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് ഒട്ടി നിൽക്കണത് ഭക്തി. അപ്പം ദൈവമായിട്ട് ഒട്ടി നിൽക്കുന്ന പരിപാടിക്കാണ് ഭക്തി എന്ന് പറയണത്. ആ ദൈവമായിട്ട് ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ കൈകൾ കൂപ്പി കമന്നടിച്ച് വീണിട്ട് കാര്യമില്ല. അതിനുള്ളിൽ എന്തൊക്കെ വേണം? ദൈവമായിട്ട് ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി. അത്രയും ക്ഷമ വരെ വന്നാൽ മാത്രമേ ദൈവമായിട്ട് ഒട്ടാൻ പറ്റത്തുള്ളൂ. ദൈവമായിട്ട് ഒട്ടിനിൽക്കണം. ദൈവത്തെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭക്തി നമുക്ക് തരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി തരണത് സംതൃപ്തിയാണ്. ശരിക്കും ആരിലുള്ള സംതൃപ്തി? ദൈവത്തിലുള്ള സംതൃപ്തി. അപ്പം അതുകൊണ്ട് എപ്പോഴും ഭക്തിയെ എന്താണ് ചെയ്യേണ്ടത്? ഭക്തി ഉണ്ടെങ്കിൽ
ഈ ഭക്തി പ്രസരിപ്പിക്കുന്നതും കൈമാറേണ്ടതും ഭക്തിയിലൂടെ നേടിയെടുത്ത കൃപ എല്ലാം കൈമാറുന്നത് എല്ലാം സഹോദര സ്നേഹത്തിലൂടെയാണ്. സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും ഉപവിപ്രവർത്തനങ്ങളെ ഉപവികൊണ്ടും സമ്പൂർണമാക്കുകയും. അപ്പോൾ ഉപവി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ തന്നെ മുന്തിയ രൂപമാണ്. ആ വിശ്വാസ വളർച്ചയാണ് ഈ ആഴ്ച മുഴുവൻ നമ്മൾ കണ്ടത്. അതിൻ്റെ മുന്തിയ രൂപങ്ങളുടെ ഓരോ രൂപങ്ങളെയും നമ്മൾ കണ്ടു. വിശ്വാസ വളർച്ച ഇതെല്ലാം നിനക്കുണ്ടെങ്കിൽ നീ കടുത്ത ദൈവവിശ്വാസിയായിട്ട് ദൈവം നിന്നെ കാണുന്നുവെന്നതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ നീ അവിശ്വാസിയായി തുടരുന്നുവെന്നാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ നന്ദി പറയുന്നു. സാക്ഷ്യം പറയാൻ വൈകിയതിനും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് അനു അബ്രഹാം. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2023 സെപ്റ്റംബർ 30-നാണ്. ഞാൻ 2019 തൊട്ട് എനിക്ക് കൃപാസനത്തെപ്പറ്റി അറിയാം. ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ എനിക്ക് ഒരു 2-3 കൊല്ലം എടുത്തു ഞാൻ ഇങ്ങോട്ട് വരാൻ. കാരണം മാതാവ് വിളിക്കാതെ ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റില്ല. അത് തന്നെയായിരുന്നു അതിൻ്റെ റീസൺ. അങ്ങനെ ഞാൻ ബേസിക്കലി നേഴ്സാണ്. ഞാൻ 2023 എനിക്ക് ഇനി നാട്ടിൽ നിൽക്കണ്ട, ഇനി പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും നോക്കാം എന്നൊരു ഒരാഗ്രഹം വന്നു. അങ്ങനെ ഞാൻ പുറത്തോട്ട് നോക്കാനുള്ള എനിക്ക് എന്തെടുക്കണമെന്ന് ആദ്യം അറിയില്ലായിരുന്നു. എൻ്റെ യോഗ്യതകൾ എനിക്ക് നന്നായി അറിയാം. അതിലുപരി എൻ്റെ ആ യോഗ്യതകൾ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. OET വേണോ അതോ ഇനി സൗദി അങ്ങനെ എന്തെങ്കിലും നോക്കണോ? ഞാൻ മാതാവിനാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുത്തത്. എനിക്ക് ഒരു ഏജൻസി ത്രൂ സൗദിക്കൊരു വേക്കൻസി വന്നു. ആദ്യം ഇൻ്റർവ്യൂ ഓൺലൈനായിരുന്നു എനിക്ക് നടന്നിരുന്നത്. ഫസ്റ്റ് അന്നത്തെ ദിവസം രാവിലെ തൊട്ടേ ഞാൻ സിസ്റ്റത്തിൻ്റെ മുന്നിലായിരുന്നു. എനിക്ക് ഉച്ചയായിട്ടും എനിക്കെന്നെ വിളിച്ചില്ല. ആ സമയം ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. അപ്പം ആ മയക്കത്തിൽ എന്നോട് മാതാവ് എന്ന് പറഞ്ഞു ഈ ഇൻ്റർവ്യൂ തീർന്നു എന്ന്. ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റപ്പോൾ എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞു നിൻ്റെ ഇൻ്റർവ്യൂ തീർന്നു. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് അതിനകത്ത് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ശേഷമാണ് കൃപാസനത്തിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. കൃപാസനത്തിൽ വരുന്നതിൻ്റെ തലേന്ന് ഒരു അത്ഭുതം നടന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ 2019 തൊട്ട് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3.5 കൊല്ലമായിട്ട് എൻ്റെ PF കിട്ടിയിരുന്നില്ല. എനിക്കത് വളരെ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. PF അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. കുറേ കാലം ഞാൻ എൻ്റെ പുറകെ നടന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേന്ന് 2023 സെപ്റ്റംബർ 29 ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് 4 മണിക്കാണ് അവിടെ നിന്ന് ബസ് വരുന്നത്. കറക്റ്റ് 3:50 എൻ്റെ ഫോണിൽ ക്രെഡിറ്റ് ആയി എൻ്റെ PF. അതാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് സൗദിക്ക് വരാൻ വേണ്ടിയിട്ട് എമൗണ്ട്. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് ലാഗായിരുന്നു ആ സമയത്ത്. 2023 സൗദിയിൽ വിസ അടിക്കുന്നില്ലായിരുന്നു. 8 മാസത്തോളം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചു. മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. ഓരോ ഡേറ്റും ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രോമെട്രിക് എക്സാം എനിക്ക് ബാംഗ്ലൂർ വെച്ചായിരുന്നു നടന്നത്. ആ സമയത്തും ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോഴും കാശുരൂപം കൊണ്ടുപോയിരുന്നു, തൈലം ഉപയോഗിച്ചിരുന്നു, ഉപ്പ് കഴിച്ചിരുന്നു. ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലിയായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. എനിക്ക് അറിയുന്ന ആൻസേഴ്സ് കുറവായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. കാരണം ഞാൻ എൻ്റെ മെറിറ്റിലല്ല വിശ്വസിച്ചത്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അങ്ങനെ റിസൾട്ട് വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലാഗൊക്കെ വന്നിരുന്നു. 2024 ജൂൺ 11 ഞാൻ സൗദിക്ക് പോയി. പിന്നെ എനിക്ക് ഡ്യൂട്ടി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിലും ഞാൻ അവിടെ കാശ് രൂപ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. തൈലം പൂശുമായിരുന്നു. ഉപ്പ് ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പ്രത്യേകിച്ച് സൗദികളാണ് വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിൻ്റേതായ പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടും. ഞാൻ ക്രാഷ് കാർട്ടിൽ തൂക്കുമായിരുന്നു, ഉപ്പിടുമായിരുന്നു, തൈലം പൂശുമായിരുന്നു. എനിക്ക് കിട്ടുന്ന എല്ലാ ബെഡിലും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു രോഗസൗഖ്യം എന്ന് പറയുന്നത് ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടി ടൈമാണ്. എനിക്ക് നല്ല UTI ആയിരുന്നു.
എനിക്കങ്ങനെ വരുന്നതല്ല, പെട്ടെന്ന് എനിക്ക് വന്നു. ഞാൻ എൻ്റെ അസുഖത്തിന് ഞാൻ ഒരിക്കലും ദൈവത്തോട് മാതാവിനോടോ മാതാവേ എനിക്കിത് മാറ്റിത്തരണമെന്ന് പറയാറില്ല. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ സഹിക്കും. ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് വരുന്ന പേഷ്യൻസിനെ ഞാൻ നോക്കണമായിരുന്നു. അപ്പോൾ എനിക്കിവരെ നോക്കാൻ പറ്റുന്നില്ല. 3 അനാൾജിസിസ് ഞാൻ എടുത്തിട്ട് എൻ്റെ പെയിൻ കുറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഇച്ചിരി റെസ്റ്റിംഗ് ടൈം കിട്ടി. അപ്പോൾ ഞാൻ ധ്യാനം കേൾക്കുമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ 2 മണിക്കൂറത്തെ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ എൻ്റെ അസുഖം നീ എനിക്ക് മാറ്റിത്തരണം. ഞാൻ പൊട്ടിക്കരഞ്ഞ് ഞാൻ ഇതിന് മുന്നേ മാതാവിനോട് എൻ്റെ അസുഖം മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായി ഞാൻ മാതാവിനോട് പറഞ്ഞു, വിത്തിൻ 15 മിനിറ്റ് കൊണ്ട് എൻ്റെ അസുഖം മാതാവ് സമ്പൂർണ്ണമായി എനിക്ക് മാറ്റിത്തന്നു. ജൂൺ 11-നാണ് പോയത്. ഞങ്ങൾ ജൂൺ 10-ാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്നിരുന്നു മാതാവിനെ കണ്ട് നന്ദി പറയാൻ, ഉടമ്പടി പുതുക്കാൻ. പക്ഷേ വൈകിയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാനൊരു CSI-കാരിയാണ്. ഞാനിപ്പോഴാണ് എൻ്റെ കല്യാണം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ കത്തോലിക്കയിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും അറിയില്ല, അതിലുപരി മടിയുമായിരുന്നു. അപ്പം സ്റ്റീഫൻ അച്ഛൻ എന്നോട് പറഞ്ഞു, സ്റ്റീഫൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, മാതാവ് നിന്നോട് പറയുന്നുണ്ട് കൊന്ത ചൊല്ലണമെന്ന്. അതിനുശേഷം ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ കൊന്ത ചൊല്ലുവാൻ മാതാവ് എന്നെ സഹായിച്ചു. സമ്പൂർണ്ണ ബൈബിൾ വായിക്കുവാൻ മാതാവ് എന്നെ സഹായിച്ചു. മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. ആദ്യമായി കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന ദിവസമായിരുന്നു. പിന്നീട് ഞാൻ സൗദിക്ക് പോകുന്നതിൻ്റെ തലേന്ന് ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ, അന്നാണ്. എനിക്ക് പിന്നെ കിട്ടിയത് ഇന്നാണ്. മാതാവിൻ്റെ പ്രസൻസ് എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. മാതാവ് എൻ്റെ കൂടെ, ഞാൻ മാതാവിനെ ഉപേക്ഷിച്ചാലേ ഉള്ളൂ, മാതാവ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. മാതാവിൻ്റെ പ്രസൻസും ഈശോപ്പയുടെ പ്രസൻസും എന്നും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളുടെ കല്യാണം ഈ ജനുവരി 19-ന് കഴിഞ്ഞു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. വരുന്ന എൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ എങ്ങനെയും എൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ കടവായിട്ടായിരിക്കാം, ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയും കേൾക്കാൻ, ആ ആഴ്ചവട്ടത്തിൽ തന്നെ തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഡെയിലി ബ്രെഡ്, ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ഡെയിലി കൂടുമായിരുന്നു. ഇത്രയൊക്കെയാണ് ദൈവം തന്നത്, അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന. ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻസ്. ഇത് ഞങ്ങളുടെ 3ാമത്തെ കുഞ്ഞ് എമ്മ. ഇത് എൻ്റെ മമ്മി മോളി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ ഫിലിപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്ത വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാനാണ് ഞങ്ങളിന്നിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 7, 2024 ആദ്യം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഉടമ്പടി എടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ യൂട്യൂബിൽ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കുവാനിടയായി. അങ്ങനെ 2-3 സാക്ഷ്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് പ്രത്യേക നിയോഗങ്ങളോ ആവശ്യങ്ങളോ ഒന്നും വയ്ക്കുവാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയോ അല്ല ഞങ്ങൾ വന്നത്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഞങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു വലിയ ഒരു സാന്നിധ്യവും അനുഭവം ഉണ്ടായത്, ഒരിക്കൽ ഒരു സന്ധ്യാസമയമൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ ഇങ്ങനെ നിറയെ മഞ്ഞ് നിറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല. എല്ലാ റൂമിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്തു ഇത് എന്തായിരിക്കും ഇങ്ങനെയെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല. അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സാക്ഷ്യം വീണ്ടും കേൾക്കാനിടയായി. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറയുന്നുണ്ട്, ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ചേച്ചി തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആ ചേച്ചിക്ക് മഞ്ഞ് നിറഞ്ഞ പോലത്തെ ഒരു അനുഭവം, അത് മാതാവിൻ്റെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്കും മനസ്സിലായി ഞങ്ങളുടെ കൂടെയും മാതാവ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ ഒക്ടോബർ 7 ആണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. എൻ്റേത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ കുഞ്ഞ് ഓപ്പോസിറ്റീവായിരുന്നു. അപ്പം RH ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് എൻ്റെ ബ്ലഡിൽ ഒരു ആൻറ്റിബോഡി ഡെവലപ്പായിട്ട് കുഞ്ഞിൻ്റെ RBCനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അത്.
അപ്പോൾ 8ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞ് വയറ്റ് വെച്ച് തന്നെ അനീമിക്കായി തുടങ്ങി. അപ്പം 8ാമത്തെ മാസം ഡെലിവറി ആയപ്പോൾ തന്നെ കുഞ്ഞിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ചെയ്തു. 2 പ്രാവശ്യം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. പിന്നെ ഡോക്ടർ അമൃതയിലേക്ക് റെഫർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു, വല്ലാണ്ടൊരു ഭയമൊക്കെ ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നില്ല. അതിനുശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, അപ്പോൾ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഈ നെഗറ്റീവ് ബ്ലഡുള്ള മദേഴ്സിന് ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നതാണ്. പക്ഷേ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ 8th മന്തിൽ വന്നതുകൊണ്ട് ഇനിയൊരു പ്രഗ്നൻസി ഡിഫിക്കൽട്ടാണ്. ഇനിയൊരു പ്രഗ്നൻസി വരുമ്പം കുഞ്ഞ് കുറച്ചും കൂടി നേരത്തെ അനീമിക്കാവും. അപ്പോൾ നമുക്ക് വയറ്റിൽ വെച്ച് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമമായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഉടമ്പടി 2-3 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ ഒരു ധ്യാനത്തിന് കൂടിയപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈശോ ഒരു കുഞ്ഞിനെയും കൂടി തരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഇഷ്യൂവും പ്രോബ്ലം ഒക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നു. പക്ഷേ ഈശോ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭയവും ടെൻഷനും ഒക്കെ പോയി. 2ാമത്തെ പ്രഗ്നൻസി ഞങ്ങൾ ഒത്തിരി പേടിച്ചായിരുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ. പക്ഷേ ആ പേടി, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് 3ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാനോ ഒരു ഭയമൊന്നും ഉണ്ടായില്ല. കാരണം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നു. എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ഡോക്ടർ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ്ങിന് പോകുമ്പോഴും എല്ലാം ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ എൻ്റെ സ്കാൻ റിപ്പോർട്ട്സും എല്ലാം ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓരോ സ്കാനിന് പോകുമ്പോഴും കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. എൻ്റെ 2ാമത്തെ കുഞ്ഞ് 8ാമത്തെ മാസത്തിലാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ അനീമിക്കാൻ തുടങ്ങിയത്. പക്ഷേ 3ാമത്തെ കുഞ്ഞിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 33ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ജീന ചിലപ്പം കുഞ്ഞ് O നെഗറ്റീവ് തന്നെ ആയിരിക്കും, എൻ്റെ അതേ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു ശരിയായിരിക്കും, ഈശോ ഞങ്ങൾക്ക് നെഗറ്റീവ് ബ്ലഡുള്ള ഒരു കുഞ്ഞിനെ ആയിരിക്കും തന്നത്, ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ 35ാമത്തെ ആഴ്ച ഞാൻ നാട്ടിൽ ഡെലിവറി ഇവിടെയായിരുന്നു. അപ്പം നാട്ടിൽ വന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എന്തിനാണ് 3ാമത്തേതും, അത് ഒന്നും കൂടെ റിസ്ക് അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഡോക്ടറും പറഞ്ഞു മിക്കവാറും കുഞ്ഞ് O നെഗറ്റീവ് തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് റിയാക്ഷൻ ഉണ്ടാകാത്തതെന്ന്. അങ്ങനെ 37ാമത്തെ ആഴ്ച 9ാമത്തെ മാസത്തിൽ തന്നെയാണ് എൻ്റെ 3ാമത്തെ ഞങ്ങളുടെ മോളുണ്ടാകുന്നത്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നോർമൽ ഡെലിവറിയിലാണ് കുഞ്ഞുണ്ടായത്. കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടായത്. കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. അപ്പം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഡോക്ടർ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞ് O നെഗറ്റീവ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഈ കുഞ്ഞ് O പോസിറ്റീവ് ആകുവാണെങ്കിൽ ഇത് ഈശോയുടെ വലിയൊരു പ്രവൃത്തിയാണ്. എനിക്ക് ഈശോയെ കൂടുതൽ ഈ അൾത്താരയിൽ വന്ന് മഹത്വപ്പെടുത്താൻ പറ്റും എന്ന് ഞാൻ വെറുതെ അമ്മയോട് പറഞ്ഞതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് O പോസിറ്റീവാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിന് DCT ടെസ്റ്റ് ചെയ്തപ്പം അത് പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ ബ്ലഡിലെ ആൻറ്റിബോഡി കുഞ്ഞിൻ്റെ ബ്ലഡിലും ഉണ്ട്, പക്ഷേ റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ ഈശോ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് തന്നു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഡെലിവറിയുടെ സമയത്താണെങ്കിലും ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ അത് അനുവദിക്കുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അഡ്മിറ്റായ സമയത്ത് എൻ്റെ കഴുത്തിലൊരു ബന്ധിങ്ങത്തിൽ ഉടമ്പടി കാശുരൂപം ഞാൻ പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഡെലിവറി ഒന്നും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എല്ലാം ഡെലിവറിക്ക് ശേഷം പിന്നെ കുഞ്ഞ് DCT പോസിറ്റീവ് ആയതുകൊണ്ട് ആൻറ്റിബോഡി റിയാക്ഷൻ ചെറുതായിട്ട് അതിന് ശേഷം ഉണ്ടായി. പക്ഷേ അതൊന്നും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം സോൾവായി. ഞങ്ങളുടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ 3ാമത്തെ കുഞ്ഞിനെ ലഭിച്ചു. 3ാമത്തെ കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ പ്രോബ്ലം ആയിരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഒരു കുഴപ്പവും കൂടാതെ ഈശോ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക്
മൂന്നാമത്തെ ഞങ്ങളുടെ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് എമ്മ എന്നാണ്. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് ജോലിയുടെ ഒരു സാക്ഷ്യമാണ്. അത് ഹസ്ബൻഡ് പറയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോബിൻസ്. ഞാൻ ഫിലിപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലിയിലുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ട്രെസ്സുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല, എപ്പോഴും സ്ട്രെസ്സായിരിക്കും, എപ്പോഴും എസ്കലേഷൻസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സ്ട്രെസ് അത്ര അനുഭവപ്പെട്ടിട്ടില്ല. എപ്പോഴും ഒരാൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലാണ് എനിക്ക് എപ്പോഴും. എങ്ങോട്ട് പോകുമ്പോഴും ഓഡിറ്റുകളും എപ്പോഴും വന്നു കഴിഞ്ഞാലും ഇങ്ങനെ മുമ്പൊക്കെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാൾ എപ്പോഴും കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം കൂടെ ഉണ്ട്. പിന്നെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കർത്താവുണ്ടല്ലോ എന്നൊരു ആത്മവിശ്വാസം എപ്പോഴും വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഈ ജോലിയെ സമയം കിട്ടാത്തത് കാരണം ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു എനിക്കൊരു ജോലിയിലൊരു മാറ്റം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തരുന്നത്. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ മാനേജർ എന്നോട് പറയും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി പിന്നെയും ഓപ്പൺ ആയിട്ടുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യും. അത് ഒരു എഫേർട്ടും ഇല്ലാതെ അത് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് കിട്ടാനുള്ള സാഹചര്യം, അത് വർക്ക് ചെയ്ത ഒരാൾ ഒരു ഇയർലി റിട്ടയർമെൻ്റ് എടുത്തു. അങ്ങനെ ദൈവം എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി. അപ്പോൾ ഞാനിപ്പോൾ സർവീസ് ഇന്നോവേഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ നേരം പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ എനിക്കിതെല്ലാം ചെയ്യാൻ സാധിച്ചത് ദൈവകൃപയാലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടൊരു റോഡ് ടാർ ചെയ്യാനായിട്ട് ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈശോ അത് സാധിച്ചു തന്നു. പക്ഷേ അന്ന് ടാർ ചെയ്ത് കഴിഞ്ഞ് കാലാവസ്ഥ ഒരല്പം പ്രതികൂലമായിട്ടാണ് വന്നത്. പക്ഷേ അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടിയപ്പം ജോസഫ് അച്ഛൻ പറഞ്ഞു ഇന്നത്തെ റോഡ് പണിയും അതിനുണ്ടാകുന്ന കാലാവസ്ഥ പ്രതികൂല സാഹചര്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എന്തായാലും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിച്ചു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴക്കാറ് കയറി. ഇപ്പോൾ തന്നെ മഴ പെയ്യും എന്നുള്ളൊരവസ്ഥയായി, ഒരുപാട് മൂടിക്കെട്ടിയൊരവസ്ഥ. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു തുള്ളി മഴ പോലും അന്ന് പെയ്തില്ല. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് മാത്രമേ പെയ്യാത്തേ ഉള്ളൂ. ചുറ്റും ഉള്ള സ്ഥലങ്ങളിലെല്ലാം മഴ പെയ്തു, നല്ല ശക്തമായിട്ട് മഴ പെയ്തു. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് മാത്രം മഴ പെയ്തില്ല. ഞങ്ങൾക്കതൊരു വലിയ അത്ഭുതമാണ്, മാതാവിൻ്റെ വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്കത്. പിന്നെ ഞങ്ങൾക്കുള്ള ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈശോയോട് ചോദിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. സ്വന്തമായിട്ടൊരു തീരുമാനം ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാനിപ്പോൾ അറിയത്തില്ല. എല്ലാം ഈശോയോട് ചോദിച്ച് ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിച്ച് വചനം എടുക്കുമ്പോൾ ഈശോ ഞങ്ങളെ കൃത്യമായിട്ടുള്ള വചനങ്ങൾ തന്ന് മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. കുഞ്ഞു കാര്യങ്ങൾ പോലും ഈശോയോട് ചോദിച്ച് ചെയ്യാറുള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടമായിരിക്കില്ല ഈശോയുടെ ഇഷ്ടം, പക്ഷേ ഈശോയുടെ ഇഷ്ടത്തിന് ഞങ്ങളങ്ങ് വിട്ടുകൊടുക്കും. അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിട്ടുമുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 ആഴ്ച കൂടുമ്പോൾ മുടങ്ങാതെ കുമ്പസാരിക്കാറുണ്ട്. നേരത്തെ ഉടമ്പടി ജീവിതത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരം ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള സമയത്താണ് കുമ്പസാരിക്കുന്നത്. പക്ഷേ അതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയൊന്നുമില്ല, അനുതാപമൊന്നും ഇല്ലാതെ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും. ഞങ്ങളുടെ മക്കളെയും കൂട്ടി ഞങ്ങൾ പോകും. എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ ഈശോനെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റാണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. അത് വലിയൊരു തെറ്റാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി കുമ്പസാരിച്ചിട്ട് ആ പാപം ഏറ്റു പറഞ്ഞ് അനുദപിച്ച ശേഷം മാത്രമേ ഞങ്ങൾ കുർബാന സ്വീകരിക്കാറുള്ളൂ. പിന്നെ ആത്മീയമായിട്ടുള്ള മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലാണെങ്കിലും ഇപ്പോൾ ഈശോയെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈശോ അങ്ങനെ ചെയ്തു, ഈശോ ഇങ്ങനെ ചെയ്തു, ഈശോ അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ചല്ലോ, അങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ ഈശോയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് ഒരുപാട് കൂടി. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ഒരു ഹോമുണ്ട്. 10 കുട്ടികളെ നോക്കുന്ന ഒരു സിസ്റ്റർ നടത്തുന്നതാണ്. അപ്പം ഞങ്ങൾ അവിടേക്ക് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്കത്തെ ഒരു നേരത്തെ കറി ഉണ്ടാക്കി കൊടുക്കും. അത് ഞങ്ങൾ ഇന്നും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ള സഹായം പൈസയായിട്ടും ഞങ്ങൾ സിസ്റ്ററിന് കൊടുത്ത് സഹായിക്കും. അതുകൂടാതെ തന്നെ എല്ലാ മാസവും സിസ്റ്ററിനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്.
ആ സിസ്റ്ററിനെ ഞങ്ങൾ പരിചയപ്പെടുന്നതിനെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ബാംഗ്ലൂർ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇപ്പോൾ എവിടെ എങ്ങനെ തുടങ്ങണം, കാരുണ്യ പ്രവൃത്തി എങ്ങനെ സഹായിക്കണം, അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം കുമ്പസാരിക്കാൻ പോയിട്ട് ആ പള്ളിയിൽ നിന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു ആരെങ്കിലും ഒരു വഴി കാണിച്ച് തരണേന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയ സമയത്താണ് ഈ സിസ്റ്ററിനെ ഞങ്ങൾ വളരെ യാദൃശ്യമായിട്ട് കാണുന്നത്. ആ സിസ്റ്റർ ഞങ്ങൾ കാറ് കൈ കാണിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, എന്നെ ഒന്ന് ടൗണിലേക്ക് ഇറക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സിസ്റ്ററിനായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു. അപ്പോൾ ആ സിസ്റ്റർ സംസാരിച്ച് വന്നപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. മാതാവിനോട് പറഞ്ഞതേ ഉള്ളൂ, അപ്പം തന്നെ മാതാവ് ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാറുണ്ട്. ആര് സഹായം ചോദിച്ചാലും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കും. പെട്ടെന്നൊരു ചിന്ത നമുക്ക് വരും, ഉണ്ടോ കൊടുക്കാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തയൊന്നും ഇപ്പോൾ ഇല്ല, ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുത്ത് സഹായിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി പത്രങ്ങളാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളത് റോഡിലൂടെ നടന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം കുരിശ് വരച്ച് ആണ് പത്രം കൊടുക്കുന്നത്. റോഡിലൂടെ നടന്ന് പത്രം കൊടുക്കും. അതുപോലെ കന്നഡ ചർച്ചിലും ആണ് ഇംഗ്ലീഷ് പത്രവും കന്നഡ പത്രവും കൊടുക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് ഓഫീസിലെ ഒരു കാര്യത്തിന് പൂനെയിൽ പോയപ്പം ഹിന്ദി പത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരോട് ഞങ്ങൾ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പരിശുദ്ധ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ എല്ലാം ഞങ്ങൾ മറ്റുള്ളവർക്ക് ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഷെയർ ചെയ്യും, എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ, ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. രാവിലെ എണീക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ ഞാൻ ഡെയിലി ബ്രെഡ് കൂടത്തുള്ളൂ. 5:30 കൃത്യം കൂടും, പക്ഷെ അതിന് മുന്നേ തന്നെ എല്ലാവർക്കും ഞങ്ങൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഉടമ്പടി ധ്യാനവും ഞങ്ങൾ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചയും എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും തന്നെ ഉടമ്പടി ധ്യാനം കണ്ടു തീർക്കാൻ ശ്രമിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് കണ്ടു തീർക്കും. എല്ലാ ഉടമ്പടി ധ്യാനവും ഞങ്ങൾ ഷെയർ ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളത്. അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. നിത്യരക്ഷ ലക്ഷ്യമാക്കിയുള്ള ഈ ഒരു ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഞങ്ങൾ തിരുത്തി ജീവിതം മെച്ചപ്പെടുത്തി ഈശോയെ കൂടുതൽ സ്നേഹിച്ച് ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതം തുടരുകയാണ്. ഈശോയ്ക്കും മാതാവിനും 1000 ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 എൻ്റെ അമ്മയ്ക്കൊരു കൂട്ടായിട്ടാണ് ഞാൻ വരുന്നത്. അന്ന് ഈ ക്യാമറ ഇരിക്കുന്നതിൻ്റെ ബാക്കിലൊരു തൂണുണ്ട്. അന്ന് ഇവിടെ വന്ന് നിന്ന് എനിക്ക് ട്രാവൽ സിക്നസ് ഉണ്ട്, അപ്പം ഞാൻ അതിന് ഗുളിക കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഭയങ്കര ഓർക്കക്ഷീണത്തിലാണ് ഞാൻ വന്നത്. അമ്മ ഉടമ്പടി എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്ന് ക്ലാസ്സൊക്കെ കൂടിയ സമയത്താണ് ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ അമ്മ എന്നോട് ചോദിച്ചായിരുന്നു, എടി നീ എടുക്കുന്ന ഉടമ്പടി? ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, അമ്മ തന്നെ എടുത്താൽ മതി, വെറുതെ എടുത്തിട്ട് ഉഴപ്പുന്നതിലും നല്ലത് എടുക്കാതിരിക്കുകയല്ല, കാരണം അമ്മ എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഈ മൂലക്കിരുന്ന് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിയ സ്ഥലത്ത് വന്നിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം സമ്മതിച്ചില്ല. 2023 ഞങ്ങൾ കാനഡയിലായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ജൂൺ മാസത്തിലായിരുന്നു. അത് അതുകൊണ്ട് എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ, ജൂൺ മാസം 2023 ഞാൻ ആദ്യമായിട്ട് കൺസീവ് ആയത് ഞങ്ങളൊരു കുഞ്ഞിന് പ്രിപ്പയർഡ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഇരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു കുഞ്ഞ് വരും എന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് കൺസീവ് ആയെന്ന് ഞാൻ അറിയുന്നത്. ജസ്റ്റ് ഒരു റാൻഡം ചെക്കിൽ ഞങ്ങളിങ്ങനെ അറിയുമായിരുന്നു, ഓക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ഞങ്ങളിങ്ങനെ അറിയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം അതെൻ്റെ ഇച്ചായൻ്റെ ബർത്ത്ഡേയുടെ, ഇച്ചായെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിലും വലിയൊരു ഗിഫ്റ്റൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് വയറ്റിൽ വേദന വന്നു, ബ്ലീഡിങ് ആയി. ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ കാനഡയിലായത് കാരണം തന്നെ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേ നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ.
നമ്മളവിടെ വർക്ക് ചെയ്യുന്ന കാര്യം, ഞാനൊരു നേഴ്സാണ്, പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യമൊന്നും അതൊരു ബോധോടല്ല. നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പോയാലും അതൊരു 5-6 മണിക്കൂർ വെയിറ്റ് ടൈം മിനിമം കഴിഞ്ഞിട്ടേ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ തന്നെ പറ്റുള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന കൂടി, ബ്ലീഡിങ് ആയി. അപ്പം ഞാൻ മെറ്റേണിറ്റി നേഴ്സും കൂടെ ആയത് കാരണം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അവരെൻ്റെ ബ്ലഡ് കളക്ട് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് കാര്യം ഏകദേശം മനസ്സിലായി, ഇതൊരു മിസ്കാരേജിലോട്ടാണ് നീങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ട് എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം തുടങ്ങി. എന്നാലും ഡോക്ടർമാരുള്ളിൽ വിളിച്ചു, ഇത് ഒരു എക്ടോപിക് പ്രഗ്നൻസി വല്ലതും ആണോ, ട്യൂബിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ പിന്നെയും കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ നഷ്ടമായി. അത് ഞങ്ങൾക്കൊരു വലിയ സങ്കടമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അത് ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സങ്കടമായിരുന്നു. പിന്നെ ഡ്യൂട്ടി അധികം റെസ്റ്റും കാര്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ ബാത്റൂമിൽ കയറിയിരുന്ന് കരയുക. എനിക്ക് ഒട്ടും നമുക്ക് അങ്ങ് അക്സെപ്റ്റ് ആയിട്ട് ഞാൻ വന്നില്ലായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഈ മിസ്കാരേജിൻ്റെ ഇത് തന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഞങ്ങളോട് 1 മാസം കഴിഞ്ഞിട്ടൊരു ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അപ്പം അതിന് മുന്നേ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മേനെ വിളിച്ചിങ്ങനെ മിസ്കാരേജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, എടി മമ്മിയുടെ ചേച്ചിയുടെ മോള് പുള്ളിക്കാരിയും പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ വിശേഷം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്ക് പറ്റിയതുപോലെ ആവരുത്, എനിക്ക് എന്തുകൊണ്ടാണ് പറ്റിയതെന്നും എനിക്കറിയത്തില്ല, ഞാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ചേച്ചി സൂക്ഷിക്കണം, കാര്യമായിട്ട് തന്നെ നോക്കണം, വെയിറ്റ് ഒന്നും എടുക്കരുത് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ചേച്ചിക്കത് പേടിയായോ എന്ന് എനിക്കറിയത്തില്ല. പിറ്റേ ദിവസം എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തിനാ ചേച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ചേ, ചേച്ചിക്ക് അപ്പടി പേടിയായെന്നാ തോന്നുന്നത്, നീ എന്തിനാ പേടിപ്പിക്കാൻ പോയേ, നിനക്ക് പറ്റിയത് ഇനി ആർക്കും പറ്റരുത്. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റിയത് ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞത്, ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അതും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അമ്മ ഓൾറെഡി മറ്റേത് ഞങ്ങളൊരു 2 months ഓൾറെഡി ആയപ്പോഴായിരുന്നു മിസ്കാരേജ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞു, അല്ലേ നീ എന്തിനാ 2 months എന്നൊക്കെ പറയുമ്പോൾ, അല്ലേ തന്നെ 2 ആഴ്ചയല്ലേ ആയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി. ഭയങ്കരമായിട്ട് അമ്മേനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കരയാൻ തുടങ്ങി. ഇച്ചാൻ എൻ്റെ കൂടെ ഇല്ല, ഡ്യൂട്ടിയിലായിരുന്നു. ഇച്ചാനെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ഞാനന്ന്. എൻ്റെ മനസ്സിൽ അന്നേരം ആരോ ഇങ്ങോട്ട് എൻ്റെ മനസ്സിലിരുന്ന് തോന്നിക്കുക, നീ എന്തിനാ കരയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്ന് കരയുന്നത്. അപ്പം എൻ്റെ മനസ്സിലാരോ ഇരുന്ന് ഇങ്ങനെ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ എന്തിനാ കരയുന്നത്, നിനക്ക് ഞാൻ തന്നിട്ട് പോയൊരമ്മയില്ലേ അവിടെ, നീ അതിനെ വിളിച്ച് നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ അമ്മയോട് പറഞ്ഞ് കരയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ടെങ്കിലും ഞാൻ ജപമാല ഒന്നും ചൊല്ലി അങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരാളായിരുന്നു. മാതാവിനെ ഇഷ്ടമില്ലാഞ്ഞല്ല, പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് ജപമാല ചെല്ലാൻ, ഞാനങ്ങനെ ചെല്ലാറില്ലാത്ത ഒരാളായിരുന്നു. അപ്പം ഞാൻ ആ മാതാവിനെ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രോട്ടോ ഉണ്ട മാതാവിനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ ഓരോ ഞരമ്പിലും ചോര വന്ന രീതിയിൽ ഞാൻ അങ്ങനെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ എന്നോട് ഇച്ചായ വിളിച്ച് പറഞ്ഞു, നീ പേടിക്കണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട, നമുക്ക് സമയമാകുമ്പം മാതാവ് ഈശോയും തരും, നീ പേടിക്കണ്ട എന്നൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആ മാസം തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണ്, എനിക്ക് പകരം ആരോ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എനിക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ സാമ്പിൾ കൊടുത്ത് തന്നെ ആരോ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുവാണ്, കൺഗ്രാജുലേഷൻസ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ലെന്ന് മാത്രമല്ല, ഞാൻ ഇച്ചാനോട് പോലും പറഞ്ഞില്ല ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന്. കാരണം ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ ഞാനിതിങ്ങനെ ആലോചിച്ച് കൊണ്ട് നടിക്കുന്ന കാരണം അങ്ങനെ കണ്ട സ്വപ്നമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ എന്നാലും ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും, ഒരു സൺഡേ ഞാൻ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വയറിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇച്ചായ ബേബി ഓൺ ദ ബോർഡ് എന്നിങ്ങനെ ചുമ്മാ പറഞ്ഞു. അപ്പം ഇച്ചായനോട് പറഞ്ഞു, എടി സാരമില്ലടി, നീ സങ്കടപ്പെടാതെ, എനിക്കറിയാം, നമുക്ക് കിട്ടും, മാതാവ് തരും എന്നൊക്കെ, ഈശോ തരും എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ കരയില്ല. തിങ്കളാഴ്ച എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോയിൻമെൻറ്റിന് പോയി. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു റുട്ടീനാണ്, എന്ത് ചെക്കപ്പിന് നമ്മൾ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ അവർ നമ്മളെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല, കാരണം 1 മാസം പോലും ആകുന്നേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് മിസ്കാരേജ് നടന്നിട്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആവുന്നൊരു ചിന്തയെ എൻ്റെ മനസ്സിലില്ല. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ സാമ്പിൾ കൊടുക്കുകയെന്ന് പറഞ്ഞു. സാമ്പിൾ കൊടുത്ത് ഞാൻ തിരിച്ച് റൂമിൽ വന്നിരുന്നപ്പോഴത്തേക്കും ഡോക്ടർ ഡോറ് തുറന്ന് തന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, ജോസ്ലിൻ കൺഗ്രാജുലേഷൻസ്, യു ആർ പ്രഗ്നൻ്റ് അഗെയിൻ എന്ന് പറഞ്ഞു. അമ്മ, എനിക്കറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി.
അത്രയും സന്തോഷം വന്നു ഞങ്ങൾക്ക്. അങ്ങനെ വന്നു. ഞാൻ പുറത്തിറങ്ങി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇച്ചായോ ഞാൻ പിന്നെയും കൺസീവ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്ത് അത്ഭുതം അവിടെ നടന്നു. കാരണം 1 മാസം തികയുന്നേ ഉള്ളൂ ആദ്യത്തെ മിസ്കാരേജ് സംഭവിച്ചിട്ട്. അപ്പം എന്തായിരുന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെയും ഞങ്ങൾക്ക് സന്തോഷമായി. തിരിച്ച് ഞങ്ങൾ വന്നു. ആ പ്രഗ്നൻസി ഒരു 9th വീക്ക് ആയപ്പോഴത്തേക്കും നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളും. അന്ന് ഞാൻ വീട്ടിലായിരുന്നു. ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിപ്പോയി, ഇതെന്താ ചെയ്യണ്ടേ. പിന്നെ ഞാൻ തന്നെ വണ്ടി വിളിച്ച് ഊബർ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹസ്ബൻഡ് ഡ്യൂട്ടിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നു. അവിടെ ചെന്ന് രാത്രി ആയത് കാരണം അവർ പോർട്ടബിൾ UST, ഇപ്പോൾ നഴ്സിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കറിയായിരിക്കും, ബെഡ് സൈഡിൽ അവർ കൊണ്ടുവന്ന് അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ജസ്റ്റേഷണൽ സാക്ക് കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ബേബീനെ കാണുന്നില്ല. ഞാൻ പിന്നെയും തകർന്നു പോയി. ദൈവമേ നീ പിന്നെയും തിരിച്ചെടുക്കുവാണോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു മെറ്റേണിറ്റി നേഴ്സ് ആയതുകൊണ്ട് എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ഇതെവിടെ എൻ്റെ HCG സ്റ്റിൽ ഹൈ ആയിരുന്നു. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞത് കാരണം എനിക്കൊരു പ്രതീക്ഷയും വെക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു ചേച്ചിയുടെ സാക്ഷ്യം, ബിൻസി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ സാക്ഷ്യം കാണുന്നത്. ആ ചേച്ചിയുടെ അനിയനെ തിരിച്ച് മരിച്ചു എന്നുള്ളിടത്തു നിന്ന് ചേച്ചിയുടെ അനിയനെ തിരിച്ച് കിട്ടിയത്. അപ്പോൾ എനിക്ക് പകുതി ജീവൻ വീണു. ഒന്നും പറ്റത്തില്ല, മാതാവ് തരും, ഈശോ തരും, ഇതിനെ ഒരു കുഴപ്പവും കൂടാതെ തരും എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം ആ ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ വന്ന് ഇൻറ്റേർണൽ സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൊന്തയിൽ കൃപാസന മാതാവിൻ്റെ ഒരു കാശ്രൂപാണ്, വെഞ്ചരിച്ച നമ്മുടെ ഉടമ്പടി കാശ്രൂപല്ല, സാധാ ഒരു കാശ്രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവർ സ്കാൻ ചെയ്തതിൻ്റെ ഇടയിൽ ഞാൻ സ്കാനിങ് മെഷീൻ്റെ സൈഡിൽ കണ്ടു. ഞാൻ നേഴ്സായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്കാനിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാരണം ഞാൻ ഇങ്ങനെ കണ്ടു ഹാർട്ട് ബീറ്റ് 142 എന്നും പറഞ്ഞ് HR എന്ന് കണ്ടു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ടായിരുന്നു, യൂട്രസിൽ അവിടെ എന്തോ ഒരു ഹെമറ്റോമ ഉണ്ടെന്നോ എന്തൊക്കെയുണ്ടായിരുന്നു, അതൊന്നും ഞാൻ കാര്യമാക്കില്ല. എനിക്ക് ഉറപ്പായിരുന്നു, വിശ്വാസമായിരുന്നു എനിക്ക് എൻ്റെ കൊച്ചിനെ മാതാവ് ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു തരുന്നു. അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ ഒരു ദിവസം രാത്രി സ്വപ്നം കാണുകയാണ്. ഒരു ദിവസം, അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് സ്വപ്നം കാണുന്നത്, സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ സ്വപ്നം കാണുകയാണ്, ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഇപ്പുറത്ത് വേറെ ബെഡിലൊരു ചേച്ചി, അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റാഫ് വന്നിട്ട്, ഒരു നേഴ്സ് വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു ബ്ലൂ കാർഡ് വെട്ടി ഗേൾ എന്നുള്ളൊരു കാർഡ് എനിക്ക് തരിക, ഗേൾ ബേബി ആന്നുള്ളൊരു കാർഡ്. അപ്പോൾ ഇവർക്ക് അന്നേരം ഒരു 10 വീക്ക് ആയതേ ഉള്ളൂ. അപ്പോൾ 10 വീക്കിൽ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റത്തില്ല പുറത്താണെങ്കിൽ കൂടി. അപ്പം ആ ഒരു 10ാമത്തെ ആഴ്ച തൊട്ട് എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ വയറ്റിലുള്ളത് ഒരു പെങ്കൊച്ച് തന്നെയാണ്. അത് കാരണം ഞങ്ങൾ അന്നേ തീരുമാനിച്ചു ഇവൾ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ പേര് മറിയം എന്നിടും, പേര് കൂട്ടിയിട്ട് ഞങ്ങൾ പേരിടത്തുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ അവൾക്ക് റെയ്ലിൻ മറിയം അലക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായിരുന്നൊരു 2ാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഒരു എക്സാം ഉണ്ട് നഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയായിരിക്കും, വൺ ഓഫ് ദി ടഫസ്റ്റ് നഴ്സിംഗിലെ കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നാണ് NCLEX എന്ന് പറഞ്ഞ എക്സാം. ആ എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്, കാരണം അത്രയും ടഫാണ്. അപ്പോൾ അതിന് എലിജിബിലിറ്റി കിട്ടുക എന്നുള്ളത് ആകെ 2 വർഷത്തേക്ക് ഞാൻ നിൽക്കുന്ന പ്രൊവിൻസിൽ അവർ എലിജിബിലിറ്റി കൊടുക്കത്തുള്ളൂ. അപ്പോൾ 1 കൊല്ലം ഓൾറെഡി ഡെലിവറിയും കാര്യങ്ങളും കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് അതങ്ങ് പോയി. പിന്നൊന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് എക്സാം എഴുതാം എന്നുള്ള കാര്യത്തിൽ പ്രിപ്പയർഡായി വന്നപ്പോൾ എൻ്റെ ചെയ്തുകൊണ്ടിരുന്ന ഇരുന്നൊരു അക്കൗണ്ട് ഉണ്ട്, ഇവരിങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് ഓൾറെഡി എക്സ്പയറി ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഓൾറെഡി മനസ്സുകൊണ്ടൊന്ന് പ്രിപ്പയർഡായി വന്നപ്പോഴത്തേക്ക് ഇത് പോയല്ലോ എന്ന് ഓർത്തപ്പം അപ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, നീ ഒന്ന് അവരെ വിളിച്ച് സംസാരിച്ച് നോക്കുക, അവരെന്തെങ്കിലും പറയുമോ നമുക്കറിയാമല്ലോ. അവരെ വിളിച്ച് സംസാരിച്ചു, എന്തോ അവിടെ എൻ്റെ മെറിറ്റൊന്നും ഇല്ലാഞ്ഞിട്ടും ബൈ ഗോഡ് ഗ്രേസ് ആ അക്കൗണ്ട് എനിക്ക് അവർ റിക്കവറാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ നാട്ടിൽ വന്നു, എക്സാമിന് പ്രിപ്പയർ ആവാൻ വേണ്ടി ഞാൻ നാട്ടിൽ വന്നതാണ്. കൊച്ചുള്ളത് കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞു കൊച്ച് 10 മാസം, അതിന് അമ്മേനെ വേണ്ട സമയമാണ്. അതിനെ ഇട്ടിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർ NCLEXന് പ്രിപ്പയർ ചെയ്യുന്നത് 4000 ക്വസ്റ്റ്യൻ 3000 ക്വസ്റ്റ്യനൊക്കെ ചെയ്യും. ഞാൻ വെറും 800 സംതിങ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഞാൻ പോയത്, കാരണം എന്നെക്കൊണ്ട് അത്രയും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനോട് ചോദിക്കും, മോനെ അസസ്മെൻ്റൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, എല്ലാം കിട്ടുമോ പ്രതീക്ഷ, അവരൊക്കെ പ്രതീക്ഷ വെച്ചിട്ടിരിക്കും. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ ഒന്നേ അന്ന് പറഞ്ഞുള്ളൂ, അമ്മ അസസ്മെൻ്റൊക്കെ ചെയ്തിട്ട് കണക്കാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ ഫെബ്രുവരി 6 മറ്റന്നാൾ ഞങ്ങൾ തിരിച്ചു പോവാം, ഫെബ്രുവരി 6 ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ 3 സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ
ആ എക്സാം എഴുതാൻ പോയി. ഇപ്പോൾ ആ എക്സാമിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു, ഞാനും ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അപ്പം ഉപ്പിട്ട് ആ എക്സാമിൻ്റെ ഓരോ സ്റ്റെപ്പിൽ ഓരോ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഉപ്പിട്ട് ഡേറ്റ് എടുത്തപ്പോൾ തൊട്ടിട്ട് എക്സാം എഴുതുന്ന സമയം വരെ ഹാളിൽ വരെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ എക്സാം എഴുതി. പക്ഷേ എന്നിട്ടും എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും എക്സാം എഴുതി ഞങ്ങൾ ബാംഗ്ലൂരാണ് ഞാൻ എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര പാടായിരുന്നു. ഞാനാണെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. 2026 ജനുവരി 26 മുന്നേ എനിക്ക് എൻക്ലക്സ് പാസ്സാവണം. ജനുവരി 26 എൻ്റെ ആദ്യ കുർബാന സ്വീകരിച്ച ദിവസമാണ്. അപ്പോൾ ആ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് ആ ഡേറ്റിൽ തന്നെ എനിക്ക് പാസ്സാവണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ആ ഡേറ്റിനുള്ളിൽ പാസ്സാവണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എക്സാം പാടായിരുന്നു. തിരിച്ച് റൂമിൽ വന്നപ്പോൾ എന്നോട് എൻ്റെ ഡാഡി ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. ഞാൻ ആദ്യം പറഞ്ഞു എന്നോടൊന്നും ചോദിക്കേണ്ട, പാടായിരുന്നു പരീക്ഷ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഡാഡി പറഞ്ഞു സാരമില്ല പോട്ടെ, ഇതായിരിക്കത്തില്ല നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഡാഡി ഇങ്ങനെ പറഞ്ഞു. എന്നാലും പിന്നെയും എൻ്റെ ഡാഡി ചോദിക്കുന്നുണ്ട് എത്രാമത്തെ ക്വസ്റ്റ്യനിൽ ഓഫായി. 85ാമത്തെ ക്വസ്റ്റ്യനിൽ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഓഫായി. ജയിച്ചിട്ടാണോ ഓഫായത് തോറ്റിട്ടാണോ ഓഫായതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് തിരിച്ച് ഞാൻ എയർപോർട്ടിലിരുന്നപ്പം തിരിച്ച് വരാൻ വേണ്ടി എയർപോർട്ടിലിരുന്ന് ഞാനിങ്ങനെ ആലോചിക്കും, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, എൻ്റെ കാര്യത്തിൽ ഇതൊന്നും നടക്കത്തില്ലായിരിക്കും, ചിലപ്പം ഇതിലും വലിയ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ വേണ്ടവരും, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചാലൊക്കെ നടക്കുകയുള്ളായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പിണങ്ങിയൊന്നുമില്ല. മാതാവിൻ്റെ അടുത്ത് പരിഭവം പറഞ്ഞില്ല. ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ പൊട്ടബുദ്ധിയിലിരുന്ന് ആലോചിച്ചതാണ്. പക്ഷേ തിരിച്ച് ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിയപ്പം ഫ്ലൈറ്റ് മോഡിൽ നിന്ന് ഫോൺ മാറിയപ്പം എനിക്ക് മെയിൽ വരുവാണ്. 2-3 ദിവസം കഴിയേണ്ട മെയിലാണ്. അന്ന് എനിക്ക് മെയിൽ വരുവാണ്, കൺഗ്രാജുലേഷൻസ് ജോസ്ലിൻ, വി ആർ ഇൻഫോമിങ് ദാറ്റ് യു ഹാവ് പാസ് ദ എൻക്ലക്സ് ആർഎൻ എക്സാം എന്നും പറഞ്ഞുകൊണ്ട്. അതെൻ്റെ ജീവിതത്തിൽ മറ്റൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ വെറും 800 ക്വസ്റ്റ്യൻ ഈ കൊച്ചിനെ ഇട്ടിട്ട് ചെയ്തിട്ട് പോയത് മാതാവിൻ്റെ വലിയ അനുഗ്രഹവും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിനും വലിയൊരു അനുഗ്രഹത്തിൽ നടന്ന ഒരു കാര്യമായിരുന്നു. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് ആദ്യം ഉണ്ടായിരുന്ന വർക്ക് പെർമിറ്റ് 2024 എക്സ്പയറി ആയി. അപ്പം അത് എക്സ്പയറി ആയി നമ്മൾ റിന്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പുതുക്കണമായിരുന്നു. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ്, ഇച്ചായൻ്റെ ലൈസൻസ് എനിക്കില്ല. ഇച്ചായൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അത് പുതുക്കിയില്ല. ഞങ്ങൾ 2024 ആദ്യം വർക്ക് പെർമിറ്റ് എക്സ്പയറി ആയി പോയി കഴിഞ്ഞ് നമ്മളത് വെക്കുന്നതിന് മുന്നേ ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാലിഡ് ആയിട്ടൊരു വർക്ക് പെർമിറ്റ് ഇല്ലാണ്ട് അവർ ലൈസൻസ് പുതുക്കി തരത്തില്ല ഒരു പ്രൊവിൻസും. അപ്പം ഞങ്ങൾക്കത് വരെങ്കിൽ, കാരണം അവിടെ ഒരു ലൈസൻസ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് 15 മിനിറ്റ് ട്രാവൽ ചെയ്തതിൻ്റെ നമ്മൾ 2 മണിക്കൂർ ബസ്സിന് ട്രാവൽ ചെയ്തിട്ട് വേണ്ടി വരും പോകാൻ. അപ്പോൾ അത് ഇല്ലാത്ത കാര്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്. ഞാൻ പറഞ്ഞു ഒരു ദിവസം ചൊവ്വാഴ്ചയായിരുന്നു, അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ കൂടിക്കൊണ്ടിരിക്കാം, ആ സമയത്ത് അച്ഛൻ പോയി അപ്ലൈ ചെയ്തിട്ട് വാ, കിട്ടിയാൽ കിട്ടട്ടെ, അത് നമുക്ക് തരും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു. അപ്പം ആ സമയത്ത് പോയി ഞാൻ മുട്ടുകുത്തി നിന്ന് ഉടമ്പടി ധ്യാനം മുഴുവൻ കൂടി ആ 2 മണിക്കൂർ. അത് കൂടിക്കഴിഞ്ഞ് ധ്യാനം തീരുന്നതിന് മുന്നേ തന്നെ ഇച്ചായനെ വിളിച്ചു പറഞ്ഞു, നമുക്ക് എന്നെ കുട്ടാന്നാണ് ഇച്ചാൻ വിളിക്കുന്നത്, നമുക്ക് കിട്ടി, ലൈസൻസ് കിട്ടി. അതും 2 കൊല്ലത്തേക്ക് അവർ നീട്ടിക്കൊടുത്തു, ഒരു വാലിഡ് ആയിട്ടുള്ളൊരു വർക്ക് പെർമിറ്റ് ഇല്ലായിട്ടും കൂടെ. പിന്നെ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ലീവിന് നാട്ടിൽ വന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിലെ ഗ്യാസ് മണക്കുന്നുണ്ട്. ഗ്യാസ് നന്നായിട്ട് മണക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഗ്യാസ് മണക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ഞാൻ 2-3 ദിവസമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാം നിൻ്റെ മൂക്കിൻ്റെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എൻ്റെ മൂക്കിൻ്റെ ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ നീ അവിടുന്ന് വലിയ മണമൊന്നും ഇല്ലാണ്ട് ഇവിടെ വരുന്നതുകൊണ്ടാണ് നിനക്ക് മണം കാര്യങ്ങളൊക്കെ, എന്നെ ഇവരിങ്ങനെ കളിയാക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ ഇടവകയിലൂടെ ഇങ്ങനെ ഞങ്ങളുടെ ഫാത്തിമാതാവിൻ്റെ ഇടവകയായിരുന്നു. അപ്പം ഇടവകയിലൂടെ ഇങ്ങനെ മാതാവിൻ്റെ രൂപം ഓരോ വീടുകളിൽ കൂടെ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ. അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു മാതാവ് ഇരിക്കുന്നത്. ഒരു ദിവസം ഹാളിൽ ഫ്രണ്ടിലിരുന്ന മാതാവിനെ ഞാൻ കൊണ്ടുപോയി സൈഡിലോട്ട് വെച്ച് മാതാവ് നേരെ ഫേസ് ചെയ്തിരിക്കുന്ന അടുക്കളയിലോട്ടാണ്. അത് കാരണമൊക്കെ ആണോ എന്നറിയത്തില്ല, ആ ഗ്യാസ് മണക്കുന്നത് കുറേ നാൾ അങ്ങനെ നിന്നു, ഒരു 3-4 മാസം അങ്ങനെ നിന്നു. ഒരു ദിവസം ഗ്യാസിൻ്റെ സ്റ്റൗ അങ്ങ് കേടായിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്താണേലും നമുക്കത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ പുതിയത് മേടിച്ചതെല്ലാം കഴിഞ്ഞ് മാറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിൻ്റെ ട്യൂബ് ഉള്ളിൽ ഒടിഞ്ഞ്, ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരുമ്പോൾ ട്യൂബ് ഉള്ളിൽ ഒടിഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങൾ സിലിണ്ടറിൽ നിന്ന് ഓഫ് ചെയ്യുന്ന സമയം അല്ലാണ്ട് ബാക്കി സമയമൊക്കെ ഗ്യാസ് ലീക്കായിട്ടിരിക്കുക. ഈ സ്റ്റൗ കേടായ സമയത്ത് ഇത് കത്തിക്കാനുള്ള തന്ത്രപ്പാടിൽ അമ്മ ലൈറ്ററൊക്കെ എടുത്തിട്ട് കത്തിച്ചിട്ടുണ്ട്. ഇത്
കത്തി തീ പിടിച്ചില്ലെന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളെ സംരക്ഷിക്കുന്ന മാതാവിൻ്റെ ഈശോയുടെയും കാര്യമാണ് നമ്മൾ അന്നേരം ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം ഞങ്ങൾ അറിയാണ്ടിരുന്നൊരു സംഭവമാണ്. ആ ട്യൂബ് ഒടിഞ്ഞിരുന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാസ് ലീക്കായിക്കൊണ്ടിരിക്കുക. അത് 4 മാസമായി അല്ല അത് പോകാൻ തുടങ്ങിയിട്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ അതിരുന്ന് അപ്പം നോക്കിയപ്പോഴാണ് മാതാവ് കറക്റ്റ് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന മാതാവും കറക്റ്റ് അടുക്കള ആ ഭാഗത്തോട്ടാണ് നോക്കിക്കൊണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, കണ്ടേ നമ്മൾ അറിയാണ്ട് ഇരിക്കുന്ന ഓരോ കാര്യത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന ഈശോയും മാതാവും ഉള്ളപ്പോൾ നമ്മൾ വേറെ എന്തിനാ പേടിക്കേണ്ട കാര്യം എന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ മാതാവും ഈശോയും ഞങ്ങളെ സംരക്ഷിച്ചു. അത് ഞങ്ങൾ പോലും ചോദിക്കാത്തൊരു കാര്യം, ഞങ്ങൾ ഉടമ്പടിയിലോ ഒന്നിലും വെക്കാത്തൊരു കാര്യം. നമ്മൾ അറിയുന്നില്ല വീട്ടിൽ ഗ്യാസ് ലീക്കാവും എന്നുള്ള കാര്യമൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം. വേറൊരു കാര്യം, നമ്മളിപ്പം അച്ഛൻ ധ്യാനത്തിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും പറയും സമയത്തിൻ്റെ മേൽ അധികാരമുള്ളതാ മാതാവിന്, അത് കാരണം സമയ ചുരുക്കത്തിന് മാതാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. ശരിയാണ്, കാനായിലെ കല്യാണ പേരിൽ ഈശോയുടെ സമയമാവാൻറ്റ് പോലും മാതാവ് അപേക്ഷിച്ചതിൻ്റെ പേരിൽ ഈശോ അന്നേരം അത്ഭുതം പ്രവർത്തിച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ PR-ന് ഫയൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫയൽ വെച്ചിരിക്കുന്ന സമയത്ത് ഇതൊരു ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 11 മാസമായിട്ട് ആ ഫയലൊന്നും അനങ്ങിയിട്ടില്ല. അപ്പം ഞങ്ങൾ എൻ്റെ കൊച്ചിൻ്റെ മാമോസയായിരുന്നു ജനുവരി 26-ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണി പോയി ഒരു ഫുഡ് പോയ്സൺ അടിച്ച് ഇന്നലെ വരെ ഞാൻ കിടപ്പായി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, സാക്ഷ്യം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും കൃപാസനത്തിൽ പോവാം, സാരമില്ല. ഇപ്പോൾ ഒരു 3 സാക്ഷ്യം പറയുമെന്നാണ് ഞാൻ നേർന്നിരുന്നത്. ഒന്ന് എൻ്റെ കുഞ്ഞുണ്ടായത്, പിന്നെ NCLEX പാസ്സായതിൻ്റെ, അതായിരുന്നു എൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ PR-ൻ്റെ ഫയൽ അവർക്ക് കിട്ടി, AOR വരും, അത് പറയും എന്നുള്ള സാക്ഷ്യമായിരുന്നു ഞാൻ ഇങ്ങനെ മനസ്സിൽ നേർന്നിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു സാരമില്ല, ജനുവരി 30 ഞങ്ങൾ വർക്ക് പെർമിറ്റ് ഒന്നുകൂടെ എക്സ്റ്റൻഷന് കൊടുത്തായിരുന്നു, ഈ കഴിഞ്ഞ ജനുവരി 30-ന്. അപ്പം അത് പറയാം എന്നൊക്കെ വിചാരിച്ച് എന്താണേലും മാതാവ് തരും, ഇച്ചിരി സമയം വൈകിയാലും തരും എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ഇരുന്നു. ഇന്നലെ എൻ്റെ കുഞ്ഞിന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവൾക്ക് എക്സീമയുണ്ട്. അപ്പം വെയിലും കാര്യങ്ങളും ചൂടും കുറച്ച് പ്രശ്നമായിട്ട് ഞങ്ങൾ റൂം വന്ന് എടുത്ത് ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ വിളിച്ച് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ റൂം വിളിച്ച് ബുക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കാം, നേരത്തെ വെളുപ്പിനൊന്നും പോരാന്നൊക്കെ കരുതി. സമയം 10 മണിയായപ്പോൾ ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത ചേട്ടൻ ഞങ്ങളെ വിളിച്ച് പറയാണ്, നിങ്ങളുടെ AOR വന്നു. AOR മാത്രമല്ല ബയോമെട്രിക്സ്. ഞാൻ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ 3 സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പിടിക്കാൻ കിട്ടിയതും മാതാവിനെ. അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പെരുമഴ തന്നെ ജപമാല പോലും ചെല്ലാത്ത എനിക്ക് മാതാവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ കിട്ടും, അതെൻ്റെ വിശ്വാസമാണ്. പിന്നെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് തന്നെ ആ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ജപമാല ചെല്ലാം എന്നുള്ളൊരു, എൻ്റെ അമ്മ ജപമാല ചൊല്ലിയിട്ടാണ് ലാസ്റ്റ് സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ളിൽ അതിൻ്റെ ലാസ്റ്റത്തെ സായന പ്രാർത്ഥന ഉടമ്പടിയുടെ ചെല്ലുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വിചാരം ഉടമ്പടി എടുത്താൽ ജപമാല നിർബന്ധമായിട്ടും ചെല്ലണം എന്നായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ, ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ എനിക്ക് ജപമാലയായിട്ട് എൻ്റെ ഇടവകയിലുള്ള, ഞാൻ ഫാത്തിമ മാതാവിൻ്റെ ഇടവകയാണ്. ഫാത്തിമ മാതാവ് മെയ് 13-ന് പ്രത്യക്ഷപ്പെട്ട, അന്ന് മെയ് 13 എൻ്റെ ബർത്ത്ഡേ. അപ്പം അങ്ങനെയൊക്കെ ജപമാലയായിട്ട് കുറേ കണക്ഷൻ ഉണ്ടായിട്ട് പോലും ഞാൻ ചെല്ലാത്ത ഒരാളായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ അതെന്നും ഒരു ഇതായിട്ട് കിടക്കുമായിരുന്നു, ഞാൻ എന്താ ജപമാല ചെല്ലാത്ത, മാതാവിന് ഇഷ്ടമില്ലാന്ന് ചെല്ലോട്ടോ, അങ്ങനെ ആരും വിചാരിച്ചേക്കരുത്. ഭയങ്കര ഇഷ്ടമാണ്, ഈശോനെ ഇഷ്ടം. ഞാൻ ഫുൾ ഈശോ ആയിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ആയിരുന്നു. എനിക്ക് ഈശോ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പോഴും അങ്ങനെ ഈശോ ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെയല്ല, ഞാൻ ഈശോ ആയിട്ട് ഡയറക്റ്റ് പറയാം, മാതാവ് വഴി അങ്ങനെ പറയുന്ന ഒരു പരിപാടി എനിക്കില്ലായിരുന്നു. പക്ഷെ എന്നാലും അത് മാതാവ് വഴി പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അമ്മ പറഞ്ഞാൽ മകന് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം പിന്നെ എനിക്ക് മനസ്സിലായി. അത് കാരണം ഞാനിപ്പം ജപമാല ചെല്ലുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ എനിക്ക് കുറേ ആത്മീയ കാര്യങ്ങൾ നടന്ന ഒരു വലിയ കാര്യമാണ് ജപമാല. അതുപോലെ തന്നെ ഇത് വെച്ച് ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ച ഒരു കാര്യം പോലും കുറച്ചൊക്കെ വൈകിയിട്ടുണ്ടെങ്കിലും വൈകിയതിൽ എനിക്ക് ഒരു പരാതി ഇല്ലാത്ത ഒരാളാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പം തന്നെ സാധിച്ചു കിട്ടണം അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ കാര്യം അവർ പരിഗണിക്കുന്നുണ്ട് എന്ന് എനിക്ക് എവിടെയെങ്കിലും ഒരു തെളിവ് അത്രയും കിട്ടിയാൽ മതി. ഇത് നടന്നാലും നടന്നില്ലെങ്കിലും ഈശോയും മാതാവ് എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു പരിഗണന കിട്ടുന്ന അത്രയുള്ളൊരാഗ്രഹമുള്ളൂ എനിക്ക്. അപ്പോൾ ഇത് ഇന്നത് നടക്കണം എന്നുള്ള അങ്ങനെയൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആഗ്രഹങ്ങളൊക്കെ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വർഗം തുറന്ന് സ്വന്തം മോനെ തന്നൊരപ്പൻ, സ്വന്തം മോൻ കൺമുന്നിൽ കിടന്ന് ചാട്ടയടി ഏറ്റിട്ടും ഒരു പരാതിയും കൂടാതെ മകനെ തന്ന ഒരു അമ്മയുണ്ട്. നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ
സംരക്ഷണത്തിനൊക്കെ മാധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മ, നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ ഒരു തെറ്റും ചെയ്യാണ്ട് മരിച്ചവരുമായി. നമുക്കിതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഈശോ നമ്മുടെ കൂടെയുണ്ട്, മാതാവ് നമ്മുടെ കൂടെയുണ്ട്. പിന്നെ എനിക്ക് കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, കാനഡയിൽ ഞാൻ കാനഡയിലായിരുന്ന കാരണം ഈ ഫുഡ് കൊണ്ടുപോയി കൊടുക്കൽ അങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. നമുക്കറിയത്തില്ല ആൾക്കാർക്ക് എന്തൊക്കെ ഫുഡ് അലർജിയും കാര്യങ്ങളൊക്കെ. ഇപ്പം ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ കൊടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ കോൺസിക്വൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാരുണ്യപ്രവൃത്തി ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ പൈസ കൊടുക്കാനും നമുക്ക് പറ്റത്തില്ല. കാനഡയിലൊക്കെ ഡ്രഗ് ലീഗലായത് കാരണം അവരത് മിസ്യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുന്നിൽ ഒന്ന് സങ്കടത്തോടെ ഇരിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒരു സ്വർഗ്ഗസ്വനായ പിതാവേ നന്മ പറഞ്ഞു പറയുമ്പോൾ ചെല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്കവരും. അതിലൊത്തിരി പേര് സഹായം അഭ്യർത്ഥിച്ച് ഓരോ കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ അങ്ങ് ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത വേല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൃപാസനത്തിലെ പത്രം ഓൺലൈനായിട്ട് ഷെയർ ചെയ്യും. ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനങ്ങളും ടോക്കുകളും അങ്ങനെ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു മീഡിയ വഴി. പിന്നെ ഇങ്ങനെ അറിയാത്തവർക്കും അറിഞ്ഞവർക്കും എനിക്ക് കിട്ടുന്ന സാക്ഷിയൊക്കെ ഞാൻ പിടിച്ചിരുത്തി പറയുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരുടെ അടുത്ത്, വീട്ടിൽ കുറച്ച് വിശ്വാസമായിട്ട് പുറകോട്ട് നിൽക്കുന്നവരുടെ അടുത്ത് ഞാൻ പിടിച്ചിരുത്തി എനിക്ക് കിട്ടിയ സാക്ഷ്യം പറഞ്ഞാൽ അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാനൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത ജീവിതം നടന്നത്. ഇന്നിപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈശോയുടെയും മാതാവിൻ്റെയും ഒരുപാട് അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കട്ടെ. നടന്നില്ലെങ്കിൽ ആരും വിഷമിക്കരുത്. അത് നിങ്ങൾ കാണാതെ പോയ എന്തോ ഒരു കാര്യത്തിലുള്ള സംരക്ഷണമായിട്ട് മാത്രം കരുതും. ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. എനിക്ക് ഈ അൾത്താരയിൽ വന്ന് നിൽക്കാൻ അമ്മ എനിക്ക് ഭാഗ്യം തന്നു. അമ്മയോട് എൻ്റെ പേര് സൂര്യ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ വെൺമണി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ അമ്മയെ അറിയാനിടയായത് 9 വർഷത്തിന് മുൻപാണ്. 8 വർഷം കഴിഞ്ഞ് 9 വർഷമായി. അമ്മയോട് ഞാൻ ആദ്യമായി മാപ്പ് ചോദിക്കുന്നു. ഇത്രയും നാൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ 2 വർഷം ആകുന്നതേ ഉള്ളൂ. അമ്മയെ ഞാൻ അറിഞ്ഞിട്ട് 9 വർഷമാകുന്നു. എൻ്റെ ഈ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് ഉമ്മനീർ ഗ്രന്ഥിയിൽ ഒരു കല്ലുണ്ടായി. ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രികളിലെല്ലാം കൊണ്ടുപോയി. അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കോട്ടയത്തുള്ള ESR എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് റിസ്ക്കാണ്, നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്യാം, അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഗ്രന്ഥി എടുത്ത് കളയണം, അത് ഈ ചെറുപ്പത്തിൽ ചെയ്യുന്നത് റിസ്ക്കാണ്, ആഹാരമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, സ്കൂളിൽ വിടാനും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞു ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു, ഒത്തിരി കരഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആരെയും വിളിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ ഒരു ആൻറ്റി വന്ന് എനിക്ക് മാതാവിൻ്റെ കൃപാസന പത്രം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മകളെ എന്തിനാ മോളെ നീ കരയുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ മോന് ഇന്നതുപോലെ ഗ്രന്ഥി എടുത്ത് കളയണമെന്ന് ഡോക്ടർ പറയുന്നു. അന്നേരം ആ ചേച്ചി പറഞ്ഞു, മോളെ എന്തിനാ നീ കരയുന്നത്? ഇതിലും വലിയ അസുഖങ്ങൾ പരിശുദ്ധി അമ്മ മാറ്റി തരുന്നുണ്ട്. നീ അതുകൊണ്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, നിൻ്റെ മകൻ്റെ അസുഖം മാറുമെന്ന് പറഞ്ഞു. ആ പത്രം ഞാൻ വിശ്വാസത്തോടെ വായിക്കുകയും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വെക്കുകയും ചെയ്തു. അടുത്തുള്ള കിടക്കയിൽ കിടന്നവരെല്ലാം ഫ്രൂട്ട്സ് പൊതിയുന്നു, ചോറാണെങ്കിൽ അതിൻ്റെ മേളിൽ വെച്ച് കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഞാനത് എടുത്ത് വായിക്കും. അമ്മേ, എൻ്റെ വീട് വെൺമണി ദൂരമാണ്, എനിക്ക് അമ്മ ഈ കൃപാസനം എന്ന് പറയുന്ന ഈ ചേർത്തല എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാതാവെന്ന് പറയുന്ന അമ്മയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ അമ്മയുടെ സ്ഥലം എവിടെയാണേലും എൻ്റെ കുഞ്ഞിൻ്റെ ഗ്രന്ഥി എടുക്കാതെ കല്ല് തനിയെ മാറുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് എൻ്റെ മോനെയും കൊണ്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴും ഞാൻ ആ പത്രം പ്രാർത്ഥിക്കുമായിരുന്നു. തിരിച്ച് ഹോസ്പിറ്റലിൽ വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, റിസ്ക്കാ, നമുക്ക് ഡേറ്റ് തന്നു വിടാം, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മോൻ്റെ ഗ്രന്ഥി എടുത്ത് കളയണമെന്ന് പറഞ്ഞു. ഞാൻ മോനെ കുളിപ്പിച്ചു. ഡോക്ടർ വരുന്നതിന് മുൻപ് 7 മണിക്ക് മുമ്പ് അമ്മയും കുട്ടിയും കുളിക്കണം. ഞാൻ മോനെ കുളിപ്പിച്ച് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്
ബാത്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞു. ബക്കറ്റിൽ വെള്ളമാണെങ്കിൽ പൈപ്പ് കൊണ്ട് തുറന്നു വിട്ടിട്ടാണ്, മറ്റുള്ളവർ കേൾക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു, മാതാവേ, ആ ചേച്ചി പറഞ്ഞില്ലയോ എൻ്റെ മോൻ്റെ അസുഖം മാറും, മാതാവ് ഇത് മാറ്റിത്തരുന്നില്ല, ഞാൻ ഇനി ആരെയും വിളിക്കത്തില്ല, എല്ലാം കള്ളവ, ഞാൻ ഇനി ആരെയും വിളിക്കത്തില്ല അമ്മയെന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ കല്ലാണെങ്കിൽ തനിയെ വന്നെന്നുള്ളത് എന്തൊരു അത്ഭുതമാണ്. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലോട്ട് അവനത് തുപ്പിയിട്ടു. ചോര വിരണ്ട ഉപ്പുകല്ല് പോലത്തെ കല്ല്. ഞാൻ വിശ്വസിച്ചില്ല. ഞാനത് പൊതിഞ്ഞ് ഡോക്ടറെ വന്നപ്പോൾ അത് ഞാൻ കാണിച്ചു. ബീന എന്ന് പറയുന്ന മേഡം സർജനാണ്. ആ ഡോക്ടറെ കാണാനാണ് എല്ലാവരും ക്യൂ നിൽക്കുന്നത്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അതിനു മുൻപ് പറഞ്ഞു, 5 ദിവസം കിടന്ന് നിങ്ങൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോകണമെന്ന് ഞങ്ങളോട് തലേ ദിവസം പറഞ്ഞ ഡോക്ടർ എന്നോട് പറയുന്നു, ഇതെന്തൊരു അത്ഭുതമാണ്, ഇതെങ്ങനെ സംഭവിച്ചു, നിങ്ങൾക്ക് വെരി ഗുഡ്, ഇന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവന് 20 വയസ്സാകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ്, അച്ഛനും അമ്മയും ഉണ്ട്, ഞങ്ങളുടെ കൂടാണ്. ഞങ്ങൾക്ക് ചെറിയ വീടായിരുന്നു. പ്രളയത്തിൽ ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അത് കഴിഞ്ഞാണ് പ്രളയം വരുന്നതും. ഈ പത്രം കിട്ടിയതിന് ശേഷം ആ പ്രളയം വരുന്നതും. ഞങ്ങളവിടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് താമസിച്ചത്. ഞാൻ ആ പത്രം വന്നപ്പോൾ അത് മൊത്തം, അതിന് മുമ്പ് ഞാനൊരു ഡയറിയിൽ എഴുതിയിട്ടിരുന്നു, ഈ എന്നെങ്കിലും പോകണം, എനിക്ക് ഛർദിലിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ബസ്സിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞാൻ ഒരിക്കലും ആ അഡ്രസ്സ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഡയറിയിൽ സൂക്ഷിച്ച് നമ്മുടെ അലമാരയിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. അത് പ്രളയം വന്നപ്പോൾ ആ പത്രം നനഞ്ഞു കുതിഞ്ഞെങ്കിലും ഈ ഡയറിയിലെ അഡ്രസ്സ് ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഞാനത് തുറക്കുമ്പോഴെല്ലാം പറയും, മാതാവേ, ഞാൻ വന്നേക്കാവേ അമ്മയുടെ അടുത്തെന്ന് മാത്രം ഞാൻ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടി, ലോൺ എടുത്ത് ഞങ്ങൾ 1334 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് തന്നു. ഞങ്ങളെ അമ്മ അനുഗ്രഹിച്ചു. ഞാൻ എന്നിട്ടും അമ്മയെ ഞാൻ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇത്രയും അത്ഭുതകരമായി ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ദിവസം കഴിയുമ്പോഴും പോകാമെന്നും പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ട് വരികയായിരുന്നു. പക്ഷേ അമ്മയെ ഓർക്കും, അലമാര തുറക്കുമ്പോൾ ഡയറി കാണുമ്പോൾ ഞാൻ അമ്മയെ ഓർക്കും, വിളിക്കൂ, അമ്മയെ ഞാൻ വന്നേളാവേ എന്ന് മാത്രം പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ മോന് പനി വന്ന് ഗവൺമെൻറ് ആശുപത്രി മാവേലിക്കരയിൽ പോയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കസാരയിൽ കിടക്കുന്ന കൃപാസന മാതാവിൻ്റെ പത്രം അത് എനിക്ക്, അപ്പം മോൻ എന്നോട് പറഞ്ഞു, അമ്മേ, നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആ പത്രം എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പേടി കൊണ്ട് ഞാൻ എടുത്തില്ല. എന്ത് വിചാരിക്കും ഡോക്ടർ, അതെങ്ങനെ എടുക്കൂ? അപ്പോൾ എനിക്ക് മറ്റേ പത്രം നനഞ്ഞു കുതിർന്നത് കൊണ്ട് അത് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി. എപ്പോഴും ഞാൻ ഡയറി എടുക്കുമ്പോൾ അമ്മയെ ഞാൻ വന്നോളാമെന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് വെച്ച് എൻ്റെ അമ്മായിയമ്മയുടെ ചേട്ടത്തിയുടെ മരുമോള് കൃപാസനത്തിൽ വന്നു. അവിടുത്തെ അമ്മയെ കാണാൻ ഞങ്ങൾ പോയപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, സൂര്യയെ, ഞാനൊരു സാധനം തന്നാൽ നീ മേടിക്കുമോ? ഞാൻ പറഞ്ഞു, ചേച്ചി എന്തുവാ? അപ്പം മാതാവിൻ്റെ ഒരു കെട്ട് സഞ്ചിയിലെ പത്രം എടുത്തുകൊണ്ട് വന്ന് തന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി എന്തൊരു ചോദ്യമാണ്, ഞാനിപ്പോൾ അറിഞ്ഞിട്ട് അന്നേരം 6 വർഷമായി, ഇതേ ഉള്ളായിരുന്നു, 3 വർഷത്തിന് മുമ്പാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി, ഞാൻ അമ്മയെ അറിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷമായി, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ചേച്ചി വഴക്കു പറഞ്ഞു, എന്തുകൊണ്ട് സൂര്യ ഇത്രയും ഒരു അനുഭവം ഉണ്ടായിട്ട് പോയില്ല എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചേച്ചിയുടെ നിന്ന് പത്രം മേടിച്ചു, 2-3-4 എണ്ണം മേടിച്ചു. ചേച്ചി എന്നെ കൊണ്ടുവന്ന് മാതാവിൻ്റെ കാശുരൂപം, പിന്നെ തൈലം, ഉടമ്പടി, ഉപ്പ എല്ലാം എന്നെ കാണിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് മാതാവിനെ അറിയാമെങ്കിലും ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമുക്ക് പോകാം, നിൻ്റെ ഛർദിൽ കാരണമല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഡ്രൈവിങ് പഠിക്കാൻ പോയി. അപ്പോൾ എൻ്റെ ഭർത്താവിന് കാറിൻ്റെ ലൈസൻസ് ഇല്ലായിരുന്നു. എൻ്റെ കൂടെ വന്നു മാതാവിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ഞാൻ ഡ്രൈവിങ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പഠിച്ച്, ഞാൻ 2 വീലറിൻ്റെയാണ്, അണ്ണൻ 4 വീലറിൻ്റെയും പഠിച്ച് ആങ്ങളുടെ വണ്ടിയിലാണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അത് വരാൻ കാരണവും ഞാൻ എന്നും മാതാവിനോട് വരാമെന്ന് പറയുന്നതല്ലാതെ വരുന്നില്ല. പിന്നെ എൻ്റെ ഭർത്താവിന് 2024 ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞപ്പോൾ മാവേലിക്കര ആശുപത്രിയിൽ പോയപ്പോൾ ഇവൻ +2
പ്ലസ് ടുവിൻ്റെ പരീക്ഷ ആകാറായിരുന്നു. അന്നേരം ഞാൻ അവിടെ ഇരുന്ന് കരയുക. ഡോക്ടർ പറഞ്ഞ് ഡെങ്കിപ്പനിയാണ്, ഇത് കൂടുതലാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെല്ലുവായിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സങ്കടമാണ്. എനിക്ക് അത് പിടിച്ചു നിൽക്കാനുള്ള ഇതില്ല, ഞാൻ കരയും. അന്നേരം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മോൻ അന്ന് ലൈസൻസ് പോലും ആയിട്ടില്ലായിരുന്നു. ആങ്ങളുടെ കാറും എടുത്തുകൊണ്ടാണ് മോനെ അവൻ്റെ അച്ഛനെയും കൊണ്ട് വന്നത്. പുള്ളിക്ക് വണ്ടി ഓടിക്കാനൊന്നും വയ്യായിരുന്നു. അന്നേരം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പം മോൻ്റെ കയ്യിൽ ഒരു അച്ഛൻ വന്ന് 2 പത്രം കൊടുത്ത്. എന്നിട്ട് എൻ്റെ അടുത്ത് അവൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ മാതാവിൻ്റെ പത്രം. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ ഭർത്താവിനെ ഇവിടെ അഡ്മിറ്റ് ആക്കല്, ദൂരെ എങ്ങും വിടുകയും ചെയ്യല്, കാരണം എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എൻ്റെ കുഞ്ഞുങ്ങളെയും അവിടെ അച്ഛനും അമ്മയും വയ്യാത്തതാണ്, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പിന്നീട് പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കിയില്ല, ഞങ്ങൾ വീട്ടിൽ വന്നു. അന്നേരം ഞാൻ പറഞ്ഞു, മാതാവേ ഇത് കഴിയുമ്പോൾ അമ്മയുടെ അടുത്ത് ഞങ്ങൾ വന്നേക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡെങ്കിപ്പനി കഴിഞ്ഞ് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ശിവന് പരീക്ഷയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം, അതും കഴിഞ്ഞിട്ട് ഈ അടുത്ത ഞായറാഴ്ച എന്തുമായാലും അമ്മയുടെ അടുത്ത് വരുമെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് ഉത്സവം വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുവാകട്ടെ അടുത്ത ആഴ്ച മാതാവിൻ്റെ അടുത്ത് പോകുമെന്ന്. ഇവിടെ വന്നു. ആ ഡേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയായിരിക്കും പരിശുദ്ധി അമ്മ ഞങ്ങളുടെ വിവാഹ വാർഷികം വരുന്നു 21/4. ആ 21/4/2024 ഞാൻ എൻ്റെ അമ്മയുടെ ഈ മണ്ണിൽ ഞാൻ കാല് കുത്തുന്നത്. അതെനിക്കൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ ഉടമ്പടി എടുത്ത ദിവസവും 21/4/2024. അതിനാണെങ്കിൽ അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് എളുപ്പം പറയാൻ പറ്റും ആ ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് 3 മാസം കൂടി ഇരിക്കുമ്പം പുതുക്കാൻ വരുമായിരുന്നു. അതിനു മുമ്പ് ഒരത്ഭുതം. ഞാനാണെങ്കിൽ ഇവിടെ അന്ന് 21/4/2024 ഇവിടെ വന്നു. ഉടമ്പടി എടുക്കാൻ വന്നതിൽ എൻ്റെ മോനെയും കൊണ്ട് വരാനെ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ക്യൂവിൽ കയറി നിൽക്കുമായിരുന്നു. എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ക്യൂവിൽ കയറി നിന്നു. ഞാൻ ഉടമ്പടി എടുത്തു. മേളിൽ ചെന്ന് ക്ലാസ് എല്ലാം കണ്ടു. അപ്പം മോൻ എന്നോട് പറഞ്ഞു, അമ്മേ ഇവൻ പഠിക്കും, 10ൽ ഫുൾ A+ ആയിരുന്നു. പ്ലസ് 2 ഇവന് ട്യൂഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് കെമിസ്ട്രിക്ക് ഭയങ്കര പാടാണ്, എന്നെ അമ്മ ഒന്നും പറയരുത്. അമ്മയാണെങ്കിൽ എനിക്ക് A B+ കിട്ടത്തുള്ളൂ കെമിസ്ട്രിക്കെന്ന് പറഞ്ഞു. ഞാനിവിടെ നിയോഗം വെച്ചിരുന്നു, എൻ്റെ മോന് ഫുൾ A+ കിട്ടണേ. അവൻ ട്യൂഷൻ പോലും ഇല്ലാതെ സയൻസാണ് എടുത്തേക്കുന്നത്, ട്യൂഷൻ പോലും ഇല്ലാതെ അമ്മേ എൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. വീട്ടിൽ ചെന്നു. ഇവൻ്റെ റിസൾട്ട് അറിഞ്ഞു. ഇവനാണെങ്കിൽ ഞാൻ തൊഴിലുറപ്പിന് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ തൊഴിലുറപ്പിന് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അമ്മ പോവണ്ട, ഇന്ന് റിസൾട്ട് അറിയുന്ന ദിവസമല്ലേ. ഞാൻ പറഞ്ഞു, ഇല്ല, അമ്മയുണ്ടല്ലോ, പരിശുദ്ധ അമ്മയുണ്ട്, മാതാവുണ്ട്, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? അമ്മേ ഉച്ചയ്ക്ക് വന്ന് കഴിക്കാൻ വന്നപ്പോഴും പറഞ്ഞു, അമ്മേ ഇന്ന് 2 മണിക്ക് റിസൾട്ട് അറിയുമോ, അമ്മ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, അമ്മയുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പണിക്ക് പോയി. അപ്പോൾ 2:30 റിസൾട്ട് വന്നു. അവൻ്റെ അച്ഛൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്തിരുന്നു മൊബൈലിൽ മോൻ ഫോണ് നോക്കാൻ പറഞ്ഞു. അവൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ റിസൾട്ട് നോക്കി. അവന് ഫുൾ A+ ആണ്. ഞാൻ പണി ചെയ്യുന്നിടത്തോട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നിൽ എന്നേക്കാളിലും വിശ്വാസം എൻ്റെ ഭർത്താവിനാണ്. അവിടെ ഇരിപ്പുണ്ട് എൻ്റെ ഭർത്താവും മോളും. ഭയങ്കര വിശ്വാസമാണ്. ആദ്യം ഞാനാണെങ്കിൽ ഉപവാസം എടുക്കുമായിരുന്നു, ഇപ്പോഴും എടുക്കുന്നുണ്ട്. അന്നേരം ആഴ്ചയിൽ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കും, എടി എല്ലാ ആഴ്ചയിലും എടുക്കണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, അതെൻ്റെ ഒരു ആഗ്രഹം, ഒരു ദിവസം അമ്മയ്ക്കായിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ ഉപവാസം 1 വർഷം തെറ്റിക്കാതെ ഞാൻ എല്ലാ ആഴ്ചയിലും എടുക്കുമായിരുന്നു. എനിക്ക് BP ഉള്ള കൂട്ടത്തിലാണ്. ഞാനാണെങ്കിൽ അന്നത്തെ ദിവസം ഗുളിക കഴിക്കത്തില്ലായിരുന്നു. അതും ഒരു അത്ഭുതം. ഞാൻ ഗുളിക കഴിക്കാതെ എനിക്ക് ഹൈ ലെവൽ BP അടിയിലെതിലും ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിലെ കഴിക്കേണ്ടെന്ന് പറഞ്ഞ് 4 വർഷം കൊണ്ട് ഞാൻ ഗുളിക കഴിക്കുകയാണ്. ഇപ്പം എനിക്കാണെങ്കിൽ താഴത്തതിലും മേളത്തിലും BP കുറവാണ്. ഞാൻ ഗുളിക കഴിക്കാതെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴും അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് എന്നിലും, ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, വൈകുന്നേരവും പ്രാർത്ഥിക്കും. എൻ്റെ ഭർത്താവ് എനിക്ക് തോന്നുന്നൊരു 3-4 വട്ടം കുളിക്കുന്ന ഒരു വ്യക്തിയാണ്. വണ്ടിയിൽ പോയിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം കുളിക്കും. അപ്പോഴെല്ലാം അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കും.
ആ പ്രാർത്ഥന എന്നിലും വിശ്വാസമാണ്. എനിക്കതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഒത്തിരി ഇതാണ്. വന്നിട്ട് പുള്ളിക്കാരനാണെങ്കിൽ മാതാവിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ആഹാരം കഴിക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ ഇച്ചിരി വൈകുന്നേരം താമസിക്കുവാണെങ്കിൽ ചോദിക്കും, നീ പ്രാർത്ഥിക്കുന്നില്ലയോ എന്ന് പറയും. അങ്ങനെ പുള്ളി ഭയങ്കര സപ്പോർട്ടാണ്. എന്നാൽ നിനക്ക് പള്ളിയിൽ പോകേണ്ടത് നേരത്തെ പറയണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഡേറ്റ് എടുക്കും. കാരണം ഓട്ടം വിളിക്കുന്നവരോട് വരത്തില്ല എന്ന് പറയാനെ കൊണ്ട് ഞാനാണെങ്കിൽ പത്രങ്ങളാണെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന പത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് കിട്ടിയ ഞാൻ ഒരാൾക്കെങ്കിലും ഞാനത് കൊടുത്തിരിക്കും. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ അടുത്ത ഗവൺമെൻറ് ആശുപത്രിയിലുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കും. വീടുകളിലാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഞാനാണെങ്കിൽ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ തൊട്ടേ ഉള്ളൊരു സ്വഭാവമാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കും. ഒരച്ഛൻ അവിടെ സൈക്കിളിൽ മീൻ കച്ചവടമായിട്ട് വരും. പണ്ട് മുതലേ ഉള്ളതാണ്. ഞാൻ വരുന്ന ഉടനെ വേണ്ടാന്ന് പറഞ്ഞാലും രാവിലത്തെ കഴിക്കാനുള്ളതായാലും വെള്ളയിലും എല്ലാം ഞാൻ അച്ഛന് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇപ്പോഴും വീട്ടിൽ വരുന്ന ആര് വന്നാലും വിശന്ന് വന്നാലും അവർക്ക് കഴിക്കാൻ കൊടുക്കും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും, വെള്ളവും കൊടുക്കും. നമ്മുടെ കയ്യിലുള്ളതുപോലുള്ള പൈസ ആര് ഇതിന് പിശയ്ക്ക് വന്നാലും കൊടുക്കും. പിന്നെ പൊതിച്ചോറുകളാണെങ്കിൽ 10 നേരത്തെ 2 പൊതിച്ചോറ് കൊടുത്തിരുന്ന 10 പൊതിച്ചോറാക്കി എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് അത് തനിയെ വെളുപ്പിനെ എണ്ണീറ്റിട്ട് ഞാനത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. ഒരു ഫോണേ ഉള്ളൂ എങ്കിലും ഹസ്ബൻഡാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ്റെ ധ്യാനം ഞാൻ കാണാറുണ്ട്. പിന്നെ ഞാൻ സാക്ഷ്യം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വരുമ്പോഴും ഞാനിത് ഫോണിൽ കൂടെ ഇവിടെ ഞാൻ ഈ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ സാക്ഷ്യങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തൊട്ട് ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നിട്ട് തന്നെ കരയും. ഇവരെല്ലാം എന്നെ വഴക്കും പറയും. എനിക്ക് ചെറിയ കാര്യം കേൾക്കുമ്പം തന്നെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പം തന്നെ തന്നെത്താനെ കണ്ണ് നിറയും. അങ്ങനെയുള്ള ഒരിത് സാക്ഷ്യം എനിക്ക് ഫോൺ കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ സാക്ഷ്യം കേൾക്കും. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കാലിലാണെങ്കിൽ മസിൽ കയറി ജീവൻ പോകുന്ന പോലെ ഭയങ്കര വെപ്രാളമായിരുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു പോയി 2 മാസം കഴിഞ്ഞപ്പോൾ പണ്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. കാലിൻ്റെ ചിരട്ട അവിടെ അത് മാറ്റി വെച്ചതാണ് കുഞ്ഞിൽ. അപ്പോൾ അവിടെ ഭയങ്കര നീര് കയറി കൊള്ളുന്നുണ്ട് ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഡെക്കറേഷൻ പരിപാടിക്ക് പോയിട്ട് വരുമ്പോൾ ഭയങ്കര നീരും വേദനയാണ്. ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിയിട്ട് പറ്റുന്നില്ല. എന്നോട് പറഞ്ഞടി, നീ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ തൈലം എനിക്ക് എടുത്ത് തരാൻ പറഞ്ഞു. ഞാൻ വിശ്വാസപ്രമാണം 9 വട്ടം ഞാൻ ചൊല്ലി എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ പിരട്ടി. ഇപ്പോൾ 1.5 വർഷമായി. പിന്നീട് ഇന്ന് വരെ ആ മസിൽ പിടുത്തോ വേദനയോ ഉണ്ടായിട്ടില്ല. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. എൻ്റെ ഭർത്താവിന് അതുകൊണ്ട് മാതാവിനെ ഈശോപ്പച്ചനെ വിളിക്കുന്നുണ്ട്, 2 പേരെയും വിളിക്കുന്നുണ്ട്. ഭയങ്കര ഒരു വിശ്വാസം, എന്നിലും വിശ്വാസമാണ് എൻ്റെ ഭർത്താവിന്. അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് ഇപ്പം 7ലാണ് ഇവൾ പഠിക്കുന്നത്. അവൾക്കാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അമ്മയെ പ്രാർത്ഥിക്കണ്ടായോ, അതുപോലെ ഒരു പനിയോ എന്തൊരു കാര്യം വന്നാലും ഞങ്ങൾ ആശുപത്രി പോകാറില്ല. അമ്മയുടെ ഉപ്പെടുത്തിട്ട് കഞ്ഞിക്കത്തും കഞ്ഞിവെള്ളത്തിലും കലക്കിയാണ് അവൾ എന്നോട് പറയും, അമ്മ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയും, അമ്മേ മാതാവിൻ്റെ തേനും ഉപ്പും ഒക്കെ തന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ കൊടുക്കുന്നത്. ഒത്തിരി നന്ദിയുണ്ട് എല്ലാത്തിനും. ഈശോയ്ക്കും മാതാവിനും കോടാനും